വിരൽത്തുമ്പിലെ വിജ്ഞാനമെന്നറിയപ്പെടുന്ന മൊബൈൽ ഇപ്പോൾ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അത് ലോകത്തിലെ ഇന്നത്തെ കുട്ടികളെയും യുവതലമുറയും അത് അടിമപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം പല വിധത്തിലുള്ള ദോഷങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലൊക്കെ അത് ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. വിരൽത്തുമ്പിലെ വിജ്ഞാനമാണ് എങ്കിൽ തന്നെയും അതൊരു സമയം വിട്ടിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഉപയോഗം വളരെയധികം. അതിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാത്രി കാലങ്ങളിൽ ഇന്ന് നേരത്തെ കാര്യം പോലെ, അപ്പോൾ ഞാൻ നേരത്തെ കാര്യം പറയണമില്ല, കാരണം അപ്പോൾ എന്നെ ആരെങ്കിലും തന്ത വൈബെന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് പറയണില്ല. അപ്പോൾ ഇന്ന് ഓരോരുത്തർക്കും ഓരോ മക്കൾക്കും ഓരോ മുറികളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇവർ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് അവർ രാത്രി പാതിരാ കഴിഞ്ഞും 2 മണി വരെയൊക്കെ നേരം വെളുപ്പം 3 മണി വരെയൊക്കെ ഇരുന്ന് കാണുന്നു. ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഉറങ്ങേണ്ട സമയം, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഉറങ്ങേണ്ട സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് ചെയ്യേണ്ട ജോലികളും പഠിക്കേണ്ട പല കാര്യങ്ങൾക്കും ഇവർ നേരം വൈകി എഴുന്നേക്കാനേ കഴിയുന്നുള്ളൂ. ജോലി സ്ഥലത്തൊക്കെ ഇവർ ഉറക്കം തൂങ്ങുന്നു, അല്ലെങ്കിൽ പഠന സമയത്തും ക്ലാസ് റൂമിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണഗതിയിൽ ഓരോ സൃഷ്ടിയും സമൂഹത്തിൽ ഓരോ സൃഷ്ടികളും അത് സന്ധ്യ കഴിഞ്ഞാൽ അത് ഉറക്കത്തിന് ഇതിലേക്ക് തന്നെ പോകുന്നത് എന്ന രീതികളാണ്. അതായത് പട്ടിയായാലും നേരം വെളുക്കുന്നവരൊക്കെ, പൂച്ചയായാലും ഇതൊക്കെ നേരം വെളുത്തിന് അലയുണ്ടാവും അവരുടെ ഭക്ഷണ സാധനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇതങ്ങനെ കാര്യമായിട്ട് അങ്ങനെ അലഞ്ഞ് നടക്കില്ല. അതുപോലെ രാത്രി കാലങ്ങളിൽ ഇര തേടി പോകുന്നത് ചിലപ്പോൾ ഈ പാമ്പും തവളയും മറ്റുള്ള പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയത്ത് മനുഷ്യനും അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളിൽ തന്നെയായാലും നെല്ലിയായാലും പുളിയായാലും അല്ലെങ്കിൽ വാഗമരമായാലും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉറങ്ങുകയാണ്, തൊട്ടാവടിയൊക്കെ ഉറങ്ങുകയാണ്. അതേപോലെ നമ്മളും ഉറങ്ങേണ്ട സമയമാണ്. അത് ആ ഉറങ്ങേണ്ട സമയത്ത് നമ്മുടെ തലച്ചോറിന് ചില മാറ്റങ്ങൾ വരാനും ഹോർമോൺ തകരാറുകൾ വരാനും അതനുസരിച്ചാണ് ഈ പകല് അതിനുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടാക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു ചാട്ടം, അല്ലെങ്കിൽ മൊബൈൽ മനുഷ്യനേക്കാൾ മുകളിൽ എന്ന് വേണം പറയാൻ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൊബൈൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ അഡിക്റ്റ് ആക്കുന്നതാണ്. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ലഹരിയേക്കാൾ കൂടുതൽ അഡിക്റ്റ് ആവുന്നത് മൊബൈലിലാണ്. അതെ. അപ്പോൾ അത് പിന്നെ ശരീരത്തിന് ഇതിന് വലിയ ദോഷമില്ല എന്നുള്ളൂ. ശരീര അവയവങ്ങൾക്ക് ദോഷമില്ല. പക്ഷേ ഇവൻ്റെ മറ്റ് പഠനശേഷിയും മറ്റു കാര്യങ്ങളെല്ലാം താഴോട്ട് പോകുന്നതാണ്. അതായത് അവയവങ്ങൾ ഒഴിവാക്കിയാൽ തലച്ചോറിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യം. അതെ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഉപയോഗത്തിൻ്റെ പേരിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എഴുതേണ്ട കാര്യങ്ങൾ എഴുതാൻ മടിക്കുന്നു, മറ്റുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ മടിക്കുന്നു, എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ മടിക്കുന്നു. ഇതിനെല്ലാത്തിനും മടിയാണ്. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ, ഒരു പ്രസംഗം നടത്താനുള്ള ഒരു കഴിവില്ലായ്മ. കാരണം ഒറ്റപ്പെട്ട റൂമിൽ ഒറ്റ മൊബൈൽ ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കുണ്ടാവുന്ന ഒരു അതായത് അത് ശരിയാണ്. അതായത് ഒരു വാദപ്രതിവാദത്തിന് ഒരു നല്ല സംവാദം സാധിക്കുന്നില്ല ഇവർക്കൊന്നും. ഇവർ വായിച്ചിട്ടുണ്ടാകും പല കാര്യങ്ങളും, പക്ഷേ അതുകൊണ്ട് വായിക്കലും മാത്രമല്ല ഇതിനകത്തുള്ളതെന്നാണ്. ഈ ഫോണും കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും അതിനകത്തുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ശരിക്കും നോക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കൾ കൊച്ചുകുട്ടികൾക്ക് ഈ ഒരു പ്രായം കഴിയാതെ ഇങ്ങനത്തെ ഫോൺ അവരുടെ സ്വന്തം ഉപയോഗത്തിന് കൊടുക്കണം. അത് അവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർ മൊത്തം അവർ കുടുംബത്തിൻ്റെ ഹാളിലിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അവർ സ്വകാര്യ മുറിയിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ നേരത്തെങ്കിലും ആ ഫോൺ വാങ്ങിച്ച് വെക്കാനാണ് മാതാപിതാക്കൾക്കുള്ളത്. 18 വയസ്സ് വരെ എന്തായാലും നമുക്ക് നിയന്ത്രിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ടല്ലോ. അപ്പോൾ ആ 18 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി അവരുടെ മുറിയിലിരുന്ന് പഠിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കുതന്ത്രങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഈ ഹാളിലിരുന്നോ അല്ലെങ്കിൽ ലിവിങ് റൂമിലിരുന്നോ ഒക്കെ ഇത് പഠിച്ചോളാൻ പറയണം. സത്യത്തില് മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു
സംഭവം ലോകത്തെ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് വിരൽത്തുമ്പിൽ വിജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ലോകത്തിൽ എനിക്ക് സാധനങ്ങൾ വാങ്ങണം, അതൊരു വലിയ വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന സാധനങ്ങൾ എവിടെ കിട്ടും എന്നുള്ളത്, അങ്ങനെ അത് വിരൽത്തുമ്പിലൊരു വിജ്ഞാനം തന്നെയാണ്. പക്ഷേ അതോടൊപ്പമുള്ള ദോഷങ്ങളുമുണ്ട്. ഈ ദോഷങ്ങൾ എന്തായാലും മനസ്സിലാക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം ഒരാൾ ഏറ്റവും കൂടിയാൽ ഒരു 2-3 മണിക്കൂറോ മൊബൈൽ ഉപയോഗിക്കരുത്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചനെയും ബാധിക്കുന്നുണ്ട്. ഞാൻ ചില കുട്ടികൾ കാണുന്ന ആ കാലത്തിൽ ഇങ്ങനെ കണ്ണടയൊക്കെ വെക്കുന്നതൊക്കെ, അപ്പം നിങ്ങൾ ചിലർ ചോദിച്ചെങ്കിൽ ചേട്ടൻ വെച്ചിട്ടുണ്ട്. അതല്ല, ഞാൻ ഇപ്പോൾ 60-62 വയസ്സാവാറായി. അപ്പം അങ്ങനെ അവർക്ക് അങ്ങനത്തെ ഉള്ള അവസ്ഥ. അപ്പോൾ ഇവർ ശരിക്കും ഞാൻ പറയുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് നേടിയ വിജ്ഞാനം കൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ട പല കാര്യങ്ങളും. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പരിധിയിട്ട് ഏതൊരു കാര്യവും സ്വീകരിക്കുക. അതെ, നമ്മൾ അത് അധികമായാലും അമൃതും വിഷവും എന്ന് പറഞ്ഞ രീതിയിൽ ഇതൊന്നും പരിധി വിട്ടൊന്നും ഉപയോഗിക്കാൻ നമ്മുടെ മക്കൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇതാ ഞാൻ പറയുള്ളൂ.